ഹാദിഹിൽ ഉമ്മ എന്ന് പാതിരിമാര് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മെമ്മറിയിലേക്ക് കടന്നു വരുന്നത് ഇന്നലത്തെ വർത്തമാനങ്ങളാണ്. പണ്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് പോയപ്പോ ജൂത പാതിരിയുടെ വൃത്താന്തം, പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം കച്ചവടത്തിന് സിറിയയിലേക്ക് പോയപ്പോ അറിഞ്ഞ വിശേഷങ്ങൾ, അതെല്ലാം തേട്ടി ഉള്ളിലേക്ക് വരുമ്പോ എവിടെയാണ് എന്റെ പ്രിയതമന്നിരിക്കുന്നത്, വേണ്ട സേവനം ചെയ്തു കൊടുക്കാൻ മക്കയിലേക്ക് പോയി ഹജ്ജിന്റെയോ അല്ലാത്തതോ വേളകളിൽ പ്രകാശഗിരിയാകുന്ന ജബലുന്നൂറിൽ കയറിയ ഹാജിമാരില്ലേ, മാനം മുട്ട ചുംബനം കൊടുത്തു നിൽക്കുന്ന മലമുകളിലേക്ക് ഒരു കയ്യിൽ പാത്രവും അതുപോലെ അതിൽ ഭക്ഷണവും പാനീയവും എടുത്തുകൊണ്ട് പോവുകയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഖദീജ റളിയല്ലാഹു അൻഹ മല കയറി അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അവർ സ്വകാര്യ സംഭാഷണത്തിലാണ്. മഹ്ബത്തുൽ വഹി ലാൻഡ് ചെയ്ത സ്ഥലം, അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് താഴെ നിന്ന് ചെറിയൊരു കാലനക്കം കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജതു ഖദ് അതത്. ഓ നബിയേ, ഖദീജ വരുന്നുണ്ട്, പ്രിയപ്പെട്ട പത്നി വരുന്നുണ്ട്. മഅഹാ ഇനാഉം ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ് ഫൈദാ ഹിയ അതതക ഫഖറ അലൈഹി അസ്സലാം മിൻ റബ്ബിഹാ വമിന്നീ. ഓ പ്രിയപ്പെട്ട നബിയേ, തങ്ങൾക്കുള്ള ഭക്ഷണപാനീയങ്ങളും എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വല്ലഭ ഖദീജ വരുന്നുണ്ട്. ആരാ പറയുന്നത്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് ഖദീജ എത്തിയാൽ ഒരു സലാം അല്ലാഹുവിൽ നിന്ന് പറയണം, ഒരു സലാം എന്റേതായി പറയണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. ആ പ്രിയപ്പെട്ട പത്നിക്ക് മല കയറി പാനീയവും അന്നപാനീയങ്ങളുമായി വന്ന ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മനോഹരമായ സ്വർഗീയ വീടുണ്ടെന്ന് പറയണേ നബിയേ. ആരോടാണ്? ലോകഗുരുവിന്റെ പ്രിയപത്നിയോട് സുവിശേഷമാണ്. ദിക്റാകി ദിക്റൽ ഹഖ് യബ്ദഉ ഖത്വഉ ഫിൽ അർളി യുംളി ബിർരിസാലതി ലാ യലീൻ അൻതില്ലതി സദ്ദഖതി അഹ്മദ ബിൽ ഹുദാ ഫഗദൗതി ബിൽ ഈമാനി ഉലൽ മുസ്ലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഭക്ഷണപാത്രവുമായി കടന്നു വരുമ്പോ ഹബീബ് സുസ്മേര വദനരായി നിൽക്കുകയാണ്. നിന്നിട്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഖദീജ, നിങ്ങൾ ഭക്ഷണവുമായി കയറി വരുന്ന വിവരം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു. അല്ലാഹുവിൽ നിന്നുള്ള സലാമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാമുണ്ട്. ഈ സലാം അങ്ങ് പറയുമ്പോ ഖദീജ ബീവിയുടെ മറുപടി ചരിത്രത്തിൽ നിന്ന് വായിക്കണം. പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ വായിക്കുന്നത് ഇന്നലെ മരിച്ചുപോയ ഒരാളുടെ കഥയല്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കായുടെ ചേരിപ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന പ്രകാശഗിരിയുടെ മുകളിൽ ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞ അടക്കമാണ് ചരിത്രം അടയാളപ്പെടുത്തിയത്. അതാണ് കൃത്യമായി ഇവിടെ വായിക്കാൻ പോകുന്നത്. എത്ര സുതാര്യമായ ചരിത്ര സൂക്ഷിപ്പ്! ഇതുപോലെ ചരിത്രം പറയാൻ ലോകത്തൊരു നേതാവിനും കഴിയില്ല. ഇതുപോലെ സംരക്ഷിക്കപ്പെട്ട ചരിത്രം ലോകത്തൊരാൾക്കും എടുക്കാനില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഭർത്താവ് പ്രിയപ്പെട്ട പത്നിയോട് പറയുകയാണ്, മോളെ, അല്ലാഹുവിന്റെ സലാം, ജിബ്രീൽ അൽ അമീന്റെ സലാം പറഞ്ഞിട്ടുണ്ട് മോളെ. ബുദ്ധിമതിയായ വിവരസ്ഥയായ കാര്യബോധമുള്ള സേവനമനസ്കയായ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്,
ഇന്നല്ലാഹ ഹുവസ്സലാം. അല്ലാഹുക്ക് സലാം അടക്കാൻ പറ്റൂലല്ലോ. അവൻ ഹുവസ്സലാം, അവൻ തന്നെ സലാമാണ്. വഅലാ ജിബ്രീൽ അസ്സലാം. എനിക്ക് സലാം പറഞ്ഞ ജിബ്രീലിന് എന്റെ പ്രത്യഭിവാദ്യം സലാം. അടുത്ത വാചകം കേട്ടോ, വഅലൈക യാ റസൂലല്ലാഹി അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക യാ റസൂലല്ലാഹ്, അല്ലയോ തങ്ങൾക്കും എന്റെ സലാം. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്, തങ്ങൾക്ക് സലാം മാത്രം പോരാ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കടാക്ഷവും എല്ലാം തങ്ങൾക്കുണ്ടാകട്ടെ നബിയേ. ഒഴുക്കി സാഗരൻ ഒഴുക്കി ജൽവാൻ ഒഴുക്കി ജൽഖാജ, പ്രകാശം കൊണ്ട് ലോകമാകമാനം ഹിദായത്തിന്റെ മഹിത വഴിയിലേക്ക് മാടി വിളിച്ച ലോക ഗുരുവിന് എന്റെ അഭിവാദ്യങ്ങൾ. മാനത്തോട് ചുംബനം കൊടുക്കുന്ന പ്രകാശഗിരിയുടെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ട് പ്രിയതമനോട് പറയുന്ന പ്രത്യഭിവാദ്യം. പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സൊന്ന് മക്കയിലേക്ക് വരട്ടെ. അവിടുത്തെ പ്രകാശഗിരിയുടെ താഴ്വാരത്തിലൊന്ന് തട്ടി നിൽക്കട്ടെ. അല്പമൊന്ന് നിന്നിട്ട് മേലോട്ട് പോയാൽ അവിടെ ഇരിക്കുന്ന ലോക നേതാവെന്ന് മനസ്സിൽ വരട്ടെ. സേവകിയായി നിൽക്കുന്ന പ്രിയപ്പെട്ട പത്നിയുടെ മറുപടിയാണ്. കാരണം സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന സന്തോഷ വാർത്ത അറിഞ്ഞല്ലോ. മുള കൊണ്ടുള്ള നല്ലൊരു വീടാണ് അവിടെയുള്ളതെന്ന് പറയുമ്പോ പിന്നീട് പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്. കാലങ്ങൾ കടന്നു പോയപ്പോ പൊന്നുമോള് പ്രിയപ്പെട്ട ഉപ്പാനോട് ചോദിക്കുകയാണ്, വാപ്പാ, എന്റെ ഉമ്മ, തങ്ങളുടെ ഭർത്താവ് ഖദീജ ഉമ്മ എവിടെയാണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോളെ വിഷമിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട മോളുടെ ഉമ്മ, ഐന ഉമ്മി ഖദീജ, എന്റെ ഉമ്മ എവിടെയാണ്? ഖദീജ എന്നവരെവിടെയാണ് നബിയേ? ഖാല ഫീ ബൈത്തിൻ മിൻ ഖസബ്, മുള കൊണ്ടുള്ള നല്ലൊരു വീട്ടിലാണ്. അമിൻ ഹാദൽ ഖസബ്, അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, ഈ കാണുന്ന മുളയാണോ? അല്ല, ലാ മിനൽ ഖസബിൽ മൻദൂമി ബിദ്ദുർരി വൽലുഉലുഇ വൽയഖൂത്, രത്നങ്ങളാലും മരതകങ്ങളാലും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഉൽപ്പന്നം കൊണ്ട് തയ്യാറാക്കിയ കൊട്ടാരത്തിലെ രാജ്ഞിയാണ് മോളെ നിന്റെ ഉമ്മ. അവിടെയാണ് എന്റെ ഭാര്യ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ. ആനുകാലികതയുടെ പുതിയ സ്വപ്നങ്ങളുടെ നടുവിൽ ജീവിതം ഹോമിക്കുന്ന എന്റെ പെങ്ങളെ, അപ്പുറത്തിരുന്നെന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ഹൃദയത്തിന്റെ ഭാഷയിലൊന്ന് ചോദിക്കട്ടെ, നിനക്ക് പോകേണ്ടത് ഖദീജ ബീവിയുടെ സ്വർഗത്തിലെ ഭവനത്തിന്റെ താഴ്വാരത്താണോ? അതല്ല സ്ക്രീനിൽ മിന്നിമറയുന്ന ഏതോ താരത്തിന്റെ ചാരത്താണോ നിനക്ക് പോകേണ്ടത്? ഇത് തീരുമാനിക്കാനുള്ള മാസമാണ്. പുണ്യം പെയ്തിറങ്ങുന്ന റമദാനിന്റെ പാതിരാവിലിരുന്ന് ലോകാധികാരിയോട് സ്വർഗം ചോദിക്കേണ്ട രാത്രികളാണ്. ഇവിടുന്ന് തീരുമാനിക്കണം, എനിക്ക് വേണ്ടത് ആരുടെ സാന്നിധ്യമാണ്. ഹിയ ജന്നത്തുൻ ത്വാബതു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഹിയ ജന്നത്തുൻ, അത് സ്വർഗമാണ്. ത്വാബത്ത്, അത് ശോഭനമാണ്. വത്വാബ നഈമുഹാ, അതിലെ അനുഗ്രഹങ്ങളെല്ലാം ശോഭനമാണ്, സുമോഹനമാണ്. ഹിയ ജന്നത്തുൻ ത്വാബത്ത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഇവിടത്തതെല്ലാം നാളെ നശിച്ചു പോകും. അള്ളാഹുവിന്റെ വീട്ടിലതൊന്നും നശിക്കാനില്ല മോളെ. അതുകൊണ്ട് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണോ, ലോകത്തെ സ്വർഗമാണോ? ഇന്നത്തെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രധാരണം എവിടെ എത്തി? ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അതിവേഗതയിൽ പുരുഷനോട് മത്സരിച്ച് വാഹനം വായിച്ച് കോഴിക്കോട് നഗരത്തിലൂടെ അല്പം ഗർവോടെ പോകുന്ന പെങ്ങളെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ?
നിന്റെ മാതൃകയാരാണ്? മദീനയിലെ രാജാവിന്റെ പുണ്യപതിയായ പ്രിയപ്പെട്ട പത്നിയാണോ? അതല്ല നിന്റെ മുമ്പിൽ വീട്ടിലെ പെട്ടിയിൽ തെളിഞ്ഞ സീരിയലുടെ അർദ്ധനഗ്നയായ പെണ്ണാണോ? നിന്റെ മാതൃകയാരാണ് മോളെ? വാപ്പാ, നിങ്ങൾക്കൊന്ന് തെറ്റിപ്പോയി. നിങ്ങളുടെ മകളുടെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊടുത്ത ഛായാചിത്രങ്ങൾ ആധുനിക ലോകത്തെ കേവലം ആക്ടേഴ്സുകൾ മാത്രമായി പോയപ്പോ നിങ്ങളുടെ മകൾക്ക് സങ്കൽപ്പിക്കാൻ ചില നടികളെ ഉള്ളൂ. മായ്ച്ചു കളയണം. ആ നടികളും ജാടകളും അഭിനയങ്ങളും മായ്ച്ചു കളഞ്ഞിട്ട് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിന്റെ മഹനീയ ചിത്രങ്ങളെ കാണിച്ചു തന്ന മദീനയിലെ രാജാവിന്റെ അരമനയിലെ രാജാത്തികളെ സ്ഥാപിച്ചു കൊടുക്കണം. അതിനാണ് ഈ ഖദീജത്തുൽ കുബ്ര വിഷയീഭവിച്ചത്. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഖദീജ ബീവി നിറഞ്ഞു നിൽക്കണം, ഫാത്തിമത്തുൽ സഹ്റാ ഉയർന്നു നിൽക്കണം, ആയിഷത്തുൽ തുഹ്റായുടെ ശുദ്ധി വളരണം, നഫീസത്തുൽ മിസ്രിയയുടെ ധ്യാനം വരണം, ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യയുടെ ആത്മജീവിതം വരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴികളിൽ നിന്നുള്ള ശോഭന ചിത്രങ്ങളെ ഹൃദയത്തിൽ തെളിയിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴവര് സ്വകാര്യതയിലിരിക്കുമ്പോ മനസ്സിൽ നിന്ന് വരുന്ന ചിത്രം ഹബീബിന്റെ ജീവിത വഴിയായിരിക്കും. പക്ഷേ അബദ്ധം പറ്റിപ്പോയി. വീട്ടിൽ നല്ലൊരു പെട്ടി വാങ്ങി വെച്ചു. മോള് കണ്ടത് അവളെയാണ്, മോള് കണ്ടത് അവനെയാണ്, മോൻ പരിചയപ്പെട്ടത് ഇവനെയാണ്. ജീവിതത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും പുതിയ നടന്മാരുടെയും നടിമാരുടെയും ചിത്രം കൊണ്ട് നിങ്ങളുടെ മക്കളുടെ നിഷ്കളങ്ക മനസ്സുകൾ മലിനപ്പെടുത്തിയെങ്കിൽ വരട്ടെ ഒരു ശുദ്ധീകരണത്തിന്റെ കാലം. അതാണ് റമളാൻ. കരിച്ചുകളയുന്ന മാസം പാപങ്ങളെ, ഇല്ലായ്മ ചെയ്യുന്ന മാസം അരുതായ്മകളെ, ശുദ്ധീകരിക്കുന്ന മാസം മനുഷ്യ മനസ്സുകളെ ഇവിടെ അടയാളപ്പെടുത്തേണ്ട ശുദ്ധവതികൾ വരട്ടെ. അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ബുശ്റാകി യാ ഉമ്മാഹു ബൈതും ഫിസ്സമാ മിൻ ഖസബിൻ ബുശ്റാകി ഉമ്മൽ മുഅ്മിനീൻ. വാനലോകത്തൊരു വീട് പണിതിട്ട് വിളിച്ചില്ലയോ റബ്ബ് അങ്ങനത്തെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഭാര്യ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഈ ലോകത്ത് നിന്ന് തന്നെ സ്വർഗീയ ഭവനത്തിന്റെ സുവിശേഷം അറിഞ്ഞു പോയ മഹദിയാണ്. ബുശ്റാകി അഖറാകി ജിബ്രീലുൽ അമീൻ സലാമഹു വസലാമ റബ്ബിൽ ആലമീൻ. ഓ പ്രിയപ്പെട്ട ഖദീജ, നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം കിട്ടി, അല്ലാഹുവിൽ നിന്നുള്ള സലാമും എത്തിച്ചു തന്നില്ലയോ? കം കാന ഖൽബുൽ മുസ്തഫാ റമസൽ വഫാ ഫിൽ ഹുബ്ബി യഹദൂ ലിൽ മാദിൽ ഹനീൻ. പ്രിയപ്പെട്ട ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നലത്തെ ജീവിതം ഓർത്ത് സന്തോഷിക്കാൻ എത്ര നല്ല ചിത്രമാണ് മോളെ ഖദീജ നിങ്ങൾ നൽകിയത് എന്ന് ചരിത്രം വിളിച്ചു ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് പരിശുദ്ധമായ നിസ്കാരം പഠിച്ചു വന്നിട്ട് ആദ്യമായി വിളിക്കുന്നു, ഖദീജ വരൂ നമുക്ക് നിസ്കരിക്കാം. അന്ന് വീട്ടിലുള്ള രണ്ടുപേർ. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനിടയിലൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മലപ്പുറം മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയിൽ ഇന്നലെ മുതൽ ആരംഭിച്ച നമ്മുടെ പ്രഭാഷണത്തിന്റെ പരമ്പരയിൽ മഹാന്മാരായ മുഹദ്ദിസുകളെ കുറിച്ചുള്ള അവതരണമാണ് നടക്കുന്നത്. അതിൽ ഇന്നലെ നടന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം ഇന്നതിന്റെ ബാക്കി ഭാഗമായിരുന്നു. നാളെ ഇൻഷാ അല്ലാഹ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അതിന്റെ ഇന്നലത്തെ പ്രസംഗത്തിന്റെ CD നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ഇന്നു തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ വാങ്ങാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിസ്കാരം പഠിച്ചു. എന്നിട്ട് ആദ്യമായി നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്?
ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയാണ് അന്തില്ലതി ഖദ് കുന്തി ഉലാമൻ തലത് ഇഖ്റ വ അന്തി കുന്തി ഉലസ്സാജിദീൻ. ഓ പ്രിയപ്പെട്ട ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ കിട്ടിയപ്പോ ആദ്യമായി ഇഖ്റ പാരായണം ചെയ്ത അനുയായി അവിടുന്നല്ലേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആദ്യം സുജൂദ് ചെയ്ത ഭവതി നിങ്ങളല്ലേ. ഉമ്മാഹു ബൈതുകി കാന അവ്വല മൻസിലി മുതലഇലൈം ബിതിലാവത്തിൽ വഹിയിൽ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ വഹിയിന്റെ സകലങ്ങളെ പാരായണം കൊണ്ട് അലങ്കരിക്കാൻ പറ്റിയ വീട് കിട്ടിയ ഭവതി ഖദീജ റളിയല്ലാഹു അൻഹയെ സംബോധന ചെയ്തുകൊണ്ട് കവികൾ ചോദിക്കുമ്പോൾ അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് നുബുവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ്. പക്ഷേ കാലം സത്യത്തെ കടന്നു വരാൻ കുറച്ച് വേദന നൽകും. സത്യം വേദനയോടെ ജനങ്ങളുടെ മുമ്പിലേക്കെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോഴേക്ക് അറബ് ലോകത്തെ കുലപതികൾ ആലോചിച്ചു, ഞങ്ങൾ എത്ര കാലം കൊണ്ട് ഇവിടെ ഗോത്രത്തിലെ നേതാക്കളാണ്, ഞങ്ങൾ ഇവിടുത്തെ കൊമ്പന്മാരാണ്, വമ്പന്മാരാണ്, ഞങ്ങൾക്ക് കിട്ടാത്തൊരു നുബുവത്ത് ഈ മുഹമ്മദ് എന്ന യതീമിന് കിട്ടിയോ? ഖദീജ റളിയല്ലാഹു അൻഹയെ മോഹിച്ചിട്ട് കിട്ടാത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ അസൂയ പൂണ്ട ആളുകൾ നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് ചോദിക്കുകയാണ്, ഈ നുബുവത്ത് ഇദ്ദേഹത്തിനാണോ കിട്ടിയത്? ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അറബ് ലോകത്തുള്ള ജനങ്ങൾക്ക് പരാതിയില്ല, അവർക്ക് നുബുവത്തുണ്ടെന്നറിയാം. പക്ഷേ കിട്ടിയ ആള് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് കിട്ടിയില്ലെന്ന പരാതിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നത വ്യക്തിത്വമാണെന്നറിയാം. പക്ഷേ അവർക്ക് കിട്ടാത്തതിന്റെ അസൂയ കൊണ്ട് നുബുവത്തിനെ നിഷേധിക്കുകയാണ്, സത്യത്തിനെതിരെ കല്ലെറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മുഴുവനും ത്യാഗപൂർണമായ രംഗങ്ങളെ മുഴുവനും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോ പറയുകയാണ്, മാ മറർതു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. ഞാൻ ഏതു വഴി പോയാലും അവിടെയുള്ള കല്ലും മരങ്ങളും എല്ലാം എന്നോട് സലാം പറയും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് പോരല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലിറങ്ങിയ കല്ല് പറയുകയാണ്, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ നിവേദനങ്ങളിൽ ആദ്യകാലം മുതലേ എനിക്ക് സലാം പറയുന്ന ഒരു കല്ലിനെ എനിക്കറിയാം. മാത്രമല്ല കല്ലും മരങ്ങളുമെല്ലാം സലാം പറഞ്ഞ് സ്വീകരിക്കുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലും മരങ്ങളും സലാം പറഞ്ഞ് സ്വീകരിച്ചപ്പോഴും കല്ലിനേക്കാൾ കടുത്ത മനസ്സുള്ള ചില ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവര് നുബുവത്തിനെ അംഗീകരിച്ചില്ല, അവർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചില്ല. അവർക്ക് വൈഷമ്യമാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഏതായാലും വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ പ്രതിസന്ധിയും ഏറ്റുവാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, വിഷമിക്കല്ലേ, നിങ്ങൾ സത്യത്തിന്റെ വഴിയിലാണ്. അപ്പ വീട്ടിലുള്ള രണ്ടുപേരാണ്, ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരുപകാരം ചെയ്തെങ്കിലും അവർക്ക് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്. വിശദീകരിക്കാനുള്ള സമയമില്ല. അബൂ ത്വാലിബ് എന്ന മൂത്താപ്പ ചെയ്ത ഉപകാരത്തിന്റെ പ്രത്യുപകാരമാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരുടെ പരിചരണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔദാര്യം പറ്റാൻ ഇഷ്ടപ്പെട്ടില്ല. ഉപകാരം ചെയ്തവർക്ക് പ്രത്യുപകാരം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മയെപ്പോലെ സേവനം ചെയ്തു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട സമയത്ത് ഖബറിൽ ഇറങ്ങിയിട്ട് അകത്തെ കുഴി റെഡിയാക്കിയിട്ട് സ്വന്തം ശരീരത്തിലെ കുപ്പായമിട്ട് കൊടുത്തിട്ട് കിടത്തി. അന്തി ഉമ്മീ ബഅദ ഉമ്മീ യാ ഫാത്തിമ, ഓ ഫാത്തിമത്ത് ബിന്ത് അസദേ, എന്റെ ഉമ്മാക്ക് ശേഷം നിങ്ങളാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെയാണോ ഉപകാരം ചെയ്തത് അവർക്ക് മുഴുവനും പ്രത്യുപകാരം ചെയ്തു. അതിന്റെ ഭാഗമായി അലി ഇബ്നു അബീ ത്വാലിബ് എന്നവർ വീട്ടിലുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ എന്ന അടിമയുണ്ട്. റസൂലുള്ളാഹിക്ക് കിട്ടിയ സമ്മാനമാണ്. നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പേ നബിയുള്ള സാധാരണത്വം കണ്ട ഭാഗ്യവാൻ. ഇന്നലെ നമ്മൾ പരാമർശിച്ചു പോയി. ആ സയ്യിദ് ഇബ്നു ഹാരിസയും വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുമ്പോ വീട്ടുകാരിയായ ഖദീജ ബീവിയും കൂടെ നിന്ന് കൈകെട്ടുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവർ ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട അൽ അമീൻ, ഇന്നലെ വരെയില്ലാത്ത പുതിയൊരു പ്രാക്ടീസ് എന്താണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയേ, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, നിങ്ങൾക്കാർക്കും ഇവിടെ നിർബന്ധമില്ല. പക്ഷേ തൽക്കാലം ഇത് ഫ്ലാഷ് ചെയ്യാൻ പാടില്ല. ആലോചിച്ചു, പടച്ചവനെ, എന്താണ് ഈ പറയുന്ന വചനങ്ങൾ? ലോകത്തിനൊരധികാരിയുണ്ട്, ഏകനാണെന്ന്. ആ ഏകനായ അധികാരിയുടെ ദൂതനായി എന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ, അഥവാ എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ അനുജന്റെ മകനായ എന്റെ സഹോദരൻ പ്രവാചകനാണെന്ന് ആലോചിച്ചു നോക്കി. പ്രവാചകത്വത്തിന് പറ്റുന്ന വ്യക്തിത്വമൊക്കെ എന്റെ സഹോദരനുണ്ടോ? ഒരു ന്യൂനതകളുമില്ല. വഴിയിലേക്ക് ഇറങ്ങി അന്വേഷണം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോഴേക്ക് മറുഭാഗത്ത് വിമർശനത്തിന്റെ ചാട്ടുളികൾ ഉയർന്നു. എല്ലാ വേദനയുമായി വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി പറയുകയാണ്, വിഷമിക്കണ്ട നബിയേ, വിഷമിക്കണ്ട. അതൊരു നല്ല ഭാര്യയുടെ ലക്ഷണമാണ്. ഭർത്താവിനെ സമാധാനിപ്പിച്ച് പ്രവർത്തന വഴിയിൽ പ്രചോദനം നൽകി നിർത്തുകയാണ്. പിന്നെയും ഹബീബ് ഓരോ ദിവസവും വരും, അല്ലയോ പ്രിയപ്പെട്ട വല്ലഭേ, എനിക്കൊരുപാട് എതിരാളികളായി പോയി. കണ്ണിലുണ്ണിയായി കൊണ്ടു നടന്നവർ വാളുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ സ്നേഹ ചുംബനങ്ങൾ നൽകിയവർ ഇപ്പൊ വിമർശനത്തിന്റെ ചാട്ടുളി ഉയർത്തുന്നുണ്ട്. എന്തു ചെയ്യാനാണ്? വിഷമിക്കണ്ട, ലാ യുഖ്സീകല്ലാഹു അബദാ. ചരിത്രം നീണ്ടതാണ്, പറയാൻ നേരമില്ല, സമയം പരിമിതമാണ്. നമുക്ക് ചരിത്രത്തിന്റെ താളുകൾ വലിച്ചു കൂട്ടി അടുക്കി പിടിച്ചിട്ട് ചിലതു മാത്രം പറയാം. അതാ വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വന്ന മുഴുവൻ വിമർശനങ്ങളും പരാജയപ്പെട്ടപ്പോ ഒരു വിലക്ക് ഏർപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തി. മക്ക മാർക്കറ്റിൽ നിന്ന് ഇനിയൊന്നും കൊടുക്കാൻ പാടില്ല, ഭക്ഷണ സാധനങ്ങൾ നൽകാൻ പാടില്ല. ശഅബ് അബൂ താലിബിന്റെ താഴ്വരയിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട വിധത്തിൽ താമസിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 4 പെൺമക്കളുടെ ഉപ്പ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പമുള്ള ജീവിതം, ത്യാഗസുരഭിലമായ ദിനരാത്രങ്ങൾ. കൂടെയുള്ള വിശ്വാസികൾക്കും കുടിക്കാനോ കഴിക്കാനോ ഭക്ഷണമില്ല. എല്ലാം സഹിച്ചു നിൽക്കുമ്പോഴാണ് ഖദീജ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട അമ്മാവൻ അല്പം ചില സാധനങ്ങൾ ശഅബ് അബീ ത്വാലിബിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം അതാ വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷണ്ണരായി വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വിഷമിക്കണ്ട, സത്യത്തിന്റെ വഴിയിലുള്ള സഹനത്തിന് മൂല്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഭാര്യയാണ്. അല്ലാതെ നിങ്ങളുടെ പുതിയ പ്രസ്ഥാനം കൊണ്ട്, സംഘടനാ പ്രവർത്തനം കൊണ്ട് എനിക്ക് തലവേദനയായി എന്ന് ഒരു തവണ പോലും ഖദീജ ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടാകാം, അവര് രാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവരുണ്ടാകാം, ഉസ്താദുമാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാൻ പോകുന്നവരുണ്ടാകാം. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസും സേവനവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾ അവരെ വെറുപ്പോടുകൂടി സമീപിക്കാൻ പാടില്ല. അങ്ങനെ ഖദീജ ബീവി കാണിച്ചു തന്നിട്ടില്ല. അവിടുന്നാണ് മോഡൽ പകർത്തേണ്ടത്. ചിലപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോ അഗ്നിജ്വാലകളെ കവച്ചു വെച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതിൽ വേദനിക്കല്ലേ മോളെ. മുഴുവൻ പ്രതിസന്ധികളെയും വകവെക്കാതെ മുന്നോട്ട് പോയി വിജയം വരിച്ച നേതാവിന്റെ അനുയായിയാണ്. ആ നേതാവാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മതവിഷയങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമതിയായ ഒരു പെണ്ണിനെ വേണം. അതാണ് ചെറുപ്പക്കാരിയായ ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനമേകാൻ മാതാവിനെ പോലെ ഒരു പെണ്ണിനെ വേണം. അതായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. ഒരു ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും മദീനയിലേക്ക് കൊണ്ടുവന്ന ബന്ദികളാക്കിയപ്പോ അവിടുത്തെ കുലീനയായ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിയാൽ അവർക്ക് മുഴുവനും സ്വാതന്ത്ര്യം ലഭിക്കും. എന്നാൽ അത് ഭാര്യയായി സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹങ്ങളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്, അവിടുത്തെ ശാരീരിക ഇച്ഛയുടെ പൂർത്തീകരണത്തിനല്ല. കാരണം സാധാരണ മനുഷ്യനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്തിന്റെ ആദ്യഘട്ടത്തിലെ പ്രതിസന്ധികളെ അതിജയിക്കാൻ ആയിഷയെ പോലെ ഒരു കളിപ്പാവയും വെച്ചിരിക്കുന്ന പൊന്നമോക്ക് പറ്റൂല. അതുകൊണ്ട് അന്ന് ആയിഷ വേണ്ട. അന്ന് വേണ്ടത് ഉമ്മയെപ്പോലെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന പക്വമതിയായ ലോകബോധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് വർത്തക പ്രമുഖയായ ഖദീജയെ തെരഞ്ഞെടുത്തത്. കേവലം വീട്ടിലിരുന്ന് ലോകം തിരിയാത്തൊരു പെണ്ണായ പോരാ, സിറിയയെ കുറിച്ചറിയുന്ന, കച്ചവടത്തെ കുറിച്ചറിയുന്ന, മക്കയിലെ രാജാക്കന്മാരെ കുറിച്ചറിയുന്ന, അതെല്ലാം അറിയുന്ന ഭവതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അവിടുത്തെ ഓരോ ശകലങ്ങളും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച അന്ന് മദീനയിലെ നൂറുകണക്കിന് അടിമകൾ മോചിപ്പിക്കപ്പെട്ടു. കാരണം ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഗോത്രത്തിൽ നിന്ന് ബന്ദികളായി പിടിച്ചുകൊണ്ടുവന്ന് മദീനത്തെ വീട്ടിൽ വെച്ചവർ. അപ്പോഴാണ് പെട്ടെന്നറിയുന്നത് ആ ഗോത്രത്തിലെ ഉന്നത വനിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു എന്ന്. അപ്പൊ ഇവര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ കുടുംബത്തെ അടിമയാക്കാൻ പറ്റൂല, നമുക്ക് മോചിപ്പിച്ചേക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കൊണ്ട് അടിമമോചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കൊണ്ട് വിജ്ഞാന സമ്പാദനം. അതേ സമയത്ത് ഈ റോളൊന്നും അല്ല ആയിഷക്കുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റോൾ എന്താണ്? കാലാവസാനം വരെയുള്ള വനിതകളുടെ സംശയങ്ങളുടെ നിവാരണം ഒരു വിജ്ഞാന ചഷകം പോലെ കാത്തു സൂക്ഷിക്കലാണ്. അതുകൊണ്ട് കൊച്ചു പെണ്ണ്, പക്ഷേ അധിക ബുദ്ധിയുള്ളവൾ, നല്ല സാഹിത്യബോധമുള്ളവർ, ആ ഭവതിയായ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാം പഠിച്ചു വെച്ചു. 16 വയസ്സിൽ വിധവയായിട്ട് 64 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു പരാതിയും കേൾപ്പിക്കാതെ ജീവിച്ച വിശുദ്ധകളുടെ മാതൃകയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ചരിത്രം പഠിക്കാതെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നവർ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വമേ ചിലർ വായിക്കൂ, പക്ഷേ അതിന്റെ പിന്നിലുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ വായിക്കാൻ ആളുകൾ ഉണ്ടാവൂല. അതുകൊണ്ട് വരണം, പഠിക്കണം. മദ്റസത്തുർ റസൂലിലെ യാഥാർത്ഥ്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ നേരമില്ലല്ലോ. ചരിത്രം മുന്നോട്ട് പോവുകയാണ്. ശൈബ് അബീ ത്വാലിബിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് നബിതങ്ങൾ വേദനിക്കുകയാണ്. ആ വർഷം ഇരട്ട ദുഃഖത്തിന്റെ വർഷമാണ്.
ആ ഒരു ദുഃഖമേതാണ്? പിതാവിനു സമാനമായി സേവനം നൽകിയ അബൂ താലിബ് യാത്ര ചോദിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ ജീവിത ദൗത്യങ്ങൾ മുഴുവനും നിർവഹിച്ചിട്ട് താൻ ഏത് തൗഹീദിന്റെ പതാകയ്ക്ക് വേണ്ടി സേവനം ചെയ്തോ അതൊന്ന് പാറിക്കാണാൻ നിയോഗം ലഭിക്കാതെ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിനോട് യാത്ര ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര ചോദിച്ചു. അവിടെ രോഗലക്ഷണങ്ങളും മറ്റും ചില സൂക്ഷ്മമായ വിവരങ്ങളെ കാണാനുള്ളൂ. കൃത്യമായി അവതരിപ്പിക്കാൻ എന്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. പഠിതാക്കളും പണ്ഡിതരുമുണ്ട്, അവർ വായിച്ചിട്ടുണ്ടാകണം. പക്ഷേ എന്റെ അറിവിലില്ലാത്തതുകൊണ്ട് കടക്കാൻ വകുപ്പില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന രണ്ടാമത്തെ ദുഃഖമായി ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് ഖദീജയ്ക്ക് സമാനമായി ഒന്നും പിന്നീട് കിട്ടിയിട്ടില്ല. മാ അബ്ദലനില്ലാഹു സുബ്ഹാനഹു വ തആല, എനിക്ക് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പകരമായി അല്ലാഹുവിൽ നിന്ന് സമ്മാനമൊന്നും ലഭിച്ചിട്ടില്ല. അത്രയും എനിക്ക് ജീവിതത്തിൽ സ്വാധീനിച്ച മഹദിയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ, അനുസരണയുള്ളൊരു ഭാര്യയുടെ ചിത്രമാണ് ഖദീജ ബീവിയിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹയെ വിസ്മരിച്ചു കളയുകയല്ല, ആ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കുകയാണ്. വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻ ഖദീജ, ഖദീജയ്ക്ക് പകരമായി നിൽക്കുന്ന ഒരു പെണ്ണും എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, ഈ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം കൃത്യമായി വായിച്ചിട്ട് ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്, വഖദ് വജദ്തു ഖിലാല റിഹലാതി ഫീ ഔറോപ്പ, യൂറോപ്പിലേക്ക് ഞാൻ എന്റെ യാത്രാ മധ്യേ ചില ജനങ്ങളെ ഞാൻ കണ്ടു. ബഅദന്നാസില്ലദീന അസ്ലമൂ ഫിൽ ഗർബി, പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകളെ ഞാൻ കണ്ടു. യഖൂലൂന ബികുല്ലി സറാഹത്തിൻ അന്നഹും അസ്ലമൂ ബഅദ അൻ ഖറഊ അൻ ഹയാത്തി സയ്യിദത്തി ഖദീജ ബിൻത് ഖുവൈലിദ്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രം വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് ആളുകളെ എനിക്ക് യൂറോപ്പിൽ വെച്ച് കാണാൻ കഴിഞ്ഞു എന്ന് ഡോക്ടർ യമാനി സൗദി അറേബ്യയിലെ മുൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല തവണയും വന്നിട്ടുള്ള ആളാണ്. ഇഖ്റഉ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നുണ്ടായതാണ് കോഴിക്കോടുള്ളത്. അത്രയും നമ്മുടെ നാട്ടിനോട് ബന്ധമുള്ള ലോകത്തറിയപ്പെട്ട രചയിതാവും പണ്ഡിതനുമായ സൗദി അറേബ്യൻ ഗവൺമെന്റിനോട് സ്മാരകങ്ങൾ നശിപ്പിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്ത തന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ യമാനി എഴുതി വെക്കുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുപോയി മക്കയുടെ സമീപം കഅബാലയത്തിൽ നിന്ന് നടക്കാൻ ദൂരമുള്ള ഹുജൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ഖബറടക്കി. അഥവാ ജന്നത്തുൽ മുഅല്ലയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബർ കിടക്കുന്നത്. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടൊഴിഞ്ഞു കളഞ്ഞോ ഇല്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടറുത്തിട്ട് പാചകം ചെയ്തും ചെയ്യാതെയും കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുകയാണ്. എന്തിനു വേണ്ടി? എന്റെ ഖദീജയെ ഓർത്തതിനു വേണ്ടി. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ ഉണ്ടായിരുന്ന കുബ്ബയുടെ ചിത്രമാണിത്.
ഇന്ന് ചില ആളുകൾക്ക് അതറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ ഉണ്ടായിരുന്ന കുബ്ബയാണിത്. ഇതിന്റെ ചരിത്രവും ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ചരിത്രാധമന്മാരായ ചില ആളുകളുടെ കോടാലികൾ മഹാന്മാരുടെ ഖബറിന്റെ മേലെ പതിഞ്ഞപ്പോഴാണ് പെങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലുള്ള കുബ്ബ തകർക്കപ്പെട്ടു പോയത്. കശ്മലന്മാരുടെ കൈപ്പരുമാറ്റമാണ്. അതേ സമയത്ത് രാജാത്തിയെ പോലെ കുബ്ബയുടെ താഴെ കിടന്നിരുന്ന ലോകത്തിന്റെ പൊന്നുമോൾ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ. ഇടക്കിടക്ക് ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോ ആയിഷ ബീവി എന്ന സുന്ദരിയും സുമുഖിയും ചെറുപ്പക്കാരിയുമായ പെണ്ണ് പറയും, നിങ്ങൾക്ക് വേറെ ഒരു ഭാര്യയില്ലാത്തതുപോലെയാണല്ലോ നബിയെ പറയുന്നത്. അത് ശരിയാണ് ആയിഷ, ഖദീജയെ പോലെ ഒരാളും എനിക്ക് പറ്റിയിട്ടില്ല. അല്ലാഹു എനിക്ക് സന്താനങ്ങളെ നൽകിയത് ഖദീജയിലൂടെയാണ്. അല്ലാഹു തആല എനിക്ക് ഇസ്ലാമിക പ്രചരണത്തിന് താങ്ങും തണലുമായി നിന്നത് ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രകീർത്തനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ. ആരാണ് സൈനബ് എന്നറിയുമോ? ഇന്നലെ ഞാൻ ആ ചരിത്രത്തിന്റെ ശകലം തൊട്ടുവെച്ചതാണ്. അതിന്റെ തുടർച്ച പറഞ്ഞു നിർത്താവുന്നതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്ന മഹദി, അതായത് പുണ്യപ്രവാചകരുടെ പൊന്നുമോൾ, ഇസ്ലാമിനെ ഹൃദയ സ്വീകരിച്ച ഭവതിയാണ്. അബുൽ ആസ് ബിൻ റബീഅ എന്ന് പറയുന്നയാളാണ് ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ ഉത്ബത്തും ഉതൈബത്തും കെട്ടി. അബൂലഹബിന്റെ മക്കളാണ്. ഉമ്മു ജമീൽ പറഞ്ഞു, ഇവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റൂല. ഉത്ബത്തിനും ഉതൈബത്തിനും മനസ്സില്ല. കാരണം ഇതുപോലുള്ള തരുണീരത്നങ്ങളെ ലോകത്ത് കിട്ടാനുണ്ടോ? ഒരു പ്രവാചകന്റെ മക്കൾ, അതും സുന്ദരികൾ, അതും സൽസ്വഭാവികൾ. ഇതുപോലൊരാളെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഭർത്താക്കന്മാർക്ക് വിസമ്മതമുണ്ടെങ്കിലും ധിക്കാരിയായ ഉമ്മു ജമീലിന്റെ ഖുർആനിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഉമ്മു ജമീൽ സമ്മതിച്ചില്ല. രണ്ടുപേരും ഒഴിവാക്കി. അവസാനം അബുൽ ആസ് ബിൻ റബീഅന്റെ വീട്ടിൽ പോയി പെണ്ണ് പറഞ്ഞു, മുഹമ്മദ് നബിയുടെ മോളെ ഈ വീട്ടിൽ നിർത്തേണ്ടതില്ല. അബുൽ ആസ് ബിൻ റബീഅന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് സൈനബിന്റെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും റസൂലുള്ളാഹിനോടുള്ള ദേഷ്യം തീർക്കാൻ വന്ന പെണ്ണ് പ്രശ്നമുണ്ടാക്കിയപ്പോ അബുൽ ആസിന്റെ വീട്ടുകാര് പറഞ്ഞു, ഒഴിവാക്കിയേക്ക് മോനെ. അവസാനം അബുൽ ആസ് ബിൻ റബീഅന് വിട്ടുപിരിയാൻ വയ്യ. മനോഹരമായൊരു സുദിനം. രണ്ട് മക്കളുണ്ട്. ഒന്ന് ഗർഭസ്ഥ ശിശുവാണ്, ഒന്ന് കയ്യിലുള്ള കുട്ടിയാണ്. വൈകുന്നേരമായപ്പോ വന്ന് അബുൽ ആസ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് ഇപ്പൊ വരാൻ കഴിയുന്നില്ല മോളെ, നിന്നെ വിട്ടുപിരിയാനും കഴിയുന്നില്ല പെണ്ണേ. അതുകൊണ്ട് സ്വസ്ഥമായി വാപ്പാന്റെ അടുക്കലേക്ക് പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ.